അധ്യായം 15. അനന്തരം അബ്ശാലോം ഒരു രഥത്തെയും കുതിരകളെയും തന്റെ മുമ്പിൽ ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. അബ്ശാലോം അധികാലത്ത് എഴുന്നേറ്റ് പടിവാതിൽക്കൽ വഴിയരികെ നിൽക്കും. ആരെങ്കിലും വ്യവഹാരമുണ്ടായിട്ട് രാജാവിന്റെ അടുക്കൽ വിസ്താരത്തിനായി വരുമ്പോൾ അബ്ശാലോം അവനെ വിളിച്ച്, നീ ഏത് പട്ടണക്കാരനെന്ന് ചോദിക്കും. അടിയൻ ഇസ്രയേലിൽ ഇന്ന ഗോത്രക്കാരനെന്ന് അവൻ പറയുമ്പോൾ അബ്ശാലോം അവനോട്, നിന്റെ കാര്യം ന്യായവും നേരുമുള്ളത്, എങ്കിലും നിന്റെ കാര്യം കേൾപ്പാൻ രാജാവ് ആരെയും കൽപ്പിച്ചിട്ടാക്കിയിട്ടില്ലല്ലോ എന്ന് പറയും. വഴക്കും വ്യവഹാരവും ഉള്ളവരൊക്കെയും എന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കവണ്ണം എന്നെ രാജ്യത്തെ ന്യായാധിപനാക്കിയെങ്കിൽ കൊള്ളായിരുന്നു എന്നും അബ്ശാലോം പറയും. ആരെങ്കിലും അവനെ നമസ്കരിപ്പാൻ അടുത്തിയെന്നാൽ അവൻ കൈനീട്ടി അവനെ പിടിച്ച് ചുംബനം ചെയ്യും. രാജാവിന്റെ അടുക്കൽ ന്യായവിസ്താരത്തിന് വരുന്ന എല്ലാ ഇസ്രയേലിനോടും അബ്ശാലോം ഈ വണ്ണം തന്നെ ചെയ്തു. അങ്ങനെ അബ്ശാലോം ഇസ്രയേലിയുടെ ഹൃദയം വശീകരിച്ചു കളഞ്ഞു. 4 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്ശാലോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ യഹോവയ്ക്ക് നേർന്ന ഒരു നേർച്ച ഹെബ്രോനിൽ ചെന്ന് കഴിപ്പാൻ അനുവാദം തരയണമേ. യഹോവ എന്നെ യെരുശലേമിലേക്ക് മടക്കി വരുത്തിയാൽ യഹോവയ്ക്ക് ഒരു ആരാധന കഴിക്കുമെന്ന് അടിയൻ അരാമിലെ ഗശൂരിൽ പാർത്ത കാലം ഒരു നേർച്ച നേർന്നിരുന്നു. രാജാവ് അവനോട്, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ഹെബ്രോനിലേക്ക് പോയി. എന്നാൽ അബ്ശാലോം ഇസ്രായേൽ ഗോത്രങ്ങളിൽ എല്ലായിടവും ചാരന്മാരെ അയച്ചു. നിങ്ങൾക്ക് ആഹ്ലാദം കേൾക്കുമ്പോൾ അബ്ശാലോം ഹെബ്രോനിൽ രാജാവായിരിക്കുന്നുവെന്ന് വിളിച്ചു പറവീൻ എന്ന് പറയിച്ചിരുന്നു. അബ്ശാലോമിനോടുകൂടെ യെരുശലേമിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവരായി 200 പേരും പോയിരുന്നു. അവർ ഒന്നും അറിയാതെ തങ്ങളുടെ പരമാർത്ഥതയിലായിരുന്നു പോയത്. അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിന്റെ മന്ത്രിയായ അഹീത്തോഫൽ എന്ന ഗീലോനിനെയും അവന്റെ പട്ടണമായ ഗീലോനിൽ നിന്ന് ആളയച്ചു വരുത്തി. ഇങ്ങനെ ജനം നിത്യം അബ്ശാലോമിന്റെ അടുക്കൽ വന്നുകൂടുകയാൽ കൂട്ടുകെട്ടിന് ബലമേറി വന്നു. അനന്തരം ഒരു ദൂതൻ ദാവീദിന്റെ അടുക്കൽ വന്നു, ഇസ്രയേലിന്റെ ഹൃദയം അബ്ശാലോമിനോട് യോജിച്ചുപോയി എന്നറിയിച്ചു. അപ്പോൾ ദാവീദ് യെരുശലേമിൽ തന്നോടുകൂടെയുള്ള സകല ഭൃത്യന്മാരോടും, നാം എഴുന്നേറ്റ് ഓടിപ്പോവുക, അല്ലെങ്കിൽ നമ്മിൽ ആരും അബ്ശാലോമിന്റെ കയ്യിൽ നിന്നും തെറ്റിപ്പോകുകയില്ല. അവൻ പെട്ടെന്ന് വന്ന് നമ്മെ പിടിച്ച് നമുക്ക് അനർത്ഥം വരുത്തുകയും പട്ടണത്തെ വാളിന്റെ വായ്ത്തലിയാൽ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് ക്ഷണത്തിൽ പുറപ്പെടുവീനെന്ന് പറഞ്ഞു. രാജഭൃത്യന്മാർ രാജാവിനോട്, യജമാനായ രാജാവിന്റെ ഹിതമൊക്കെയും അടിയങ്ങൾക്ക് സമ്മതമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് പുറപ്പെട്ടു. അവന്റെ ഗ്രഹമൊക്കെയും അവനെ പിൻചെന്നു. എന്നാൽ രാജധാനി സൂക്ഷിപ്പാൻ രാജാവ് 10 വെപ്പാട്ടികളെ താമസിപ്പിച്ചിരുന്നു. ഇങ്ങനെ രാജാവ് പുറപ്പെട്ട് ജനമൊക്കെയും പിന്നാലെ ചെന്നു. അവർ ബേത്ത് മെർഹാക്കിൽ നിന്നു. അവന്റെ സകല ഭൃത്യന്മാരും അവന്റെ അരികത്തുകൂടി കടന്നുപോയി. എല്ലാ ക്രേത്യരും എല്ലാ പ്ലേത്യരും അവനോടുകൂടെ ഗത്തിൽ നിന്നും പോന്നിരുന്ന 600 പേരായ എല്ലാ ഗിത്യരും രാജാവിന്റെ മുൻപാകെ കടന്നുപോയി. രാജാവ് ഗിത്യനായ ഇത്തായിയോട് പറഞ്ഞതെന്തെന്നാൽ, നീയും ഞങ്ങളോടുകൂടെ വരുന്നത് എന്തിന്? നീ മടങ്ങിച്ചെന്ന് രാജാവിനോടുകൂടെ പാർക്ക. നീ പരദേശിയും സ്വദേശഭ്രഷ്ടനുമല്ലോ. നിന്റെ സ്ഥലത്തേക്ക് തന്നെ പൊയ്ക്കൊള്ളുക. നീ ഇന്നലെ വന്നതേയുള്ളൂ. ഇന്ന് ഞാൻ നിന്നെ ഞങ്ങളോടുകൂടെ അലഞ്ഞു നടക്കുമാറാക്കുമോ? ഞാൻ തരം കാണുന്നിടത്തേക്ക് പോകുന്നു. നീ നിന്റെ സഹോദരന്മാരെയും കൂട്ടി മടങ്ങിപ്പോക. ദയയും വിശ്വസ്തയും നിന്നോടുകൂടി ഇരിക്കട്ടെ. അതിന് ഇത്തായി രാജാവിനോട്, യഹോവയാണ് യജമാനായ രാജാവാണ്. യജമാനായ രാജാവ് എവിടെ ഇരിക്കുന്നുവോ അവിടെ തന്നെ മരണമോ ജീവനോ എന്തു വന്നാലും അടിയനും ഇരിക്കുമെന്ന് പറഞ്ഞു. ദാവീദ് ഇത്തായിയോട്, നീ കൂടെ പോരുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗിത്യനായ ഇത്തായിയും അവന്റെ ആളുകളും അവനോടുകൂടെയുള്ള കുഞ്ഞുകുട്ടികളുമെല്ലാം കടന്നുപോയി. ദേശത്തൊക്കെയും വലിയ കരച്ചിലായി. ജനമെല്ലാം കടന്നുപോയി. രാജാവും കിദ്രോനത്തോട് കടന്നു. ജനമൊക്കെയും മരുഭൂമിയിലേക്കുള്ള വഴിക്ക് പോയി. സാദോക്കും അവനോടുകൂടെ ദൈവത്തിന്റെ നിയമപ്പെട്ടകം ചുമന്നുകൊണ്ട് എല്ലാ ലേവ്യരും വന്നു. അവർ ദൈവത്തിന്റെ പെട്ടകം താഴെ വെച്ചു. ജനമൊക്കെയും പട്ടണത്തിൽ നിന്ന് കടന്നു തീരും വരെ അബ്യാഥാർ മല കയറി ചെന്നു. രാജാവ് സാദോക്കിനോട്, നീ ദൈവത്തിന്റെ പെട്ടകം പട്ടണത്തിലേക്ക് തിരികെ കൊണ്ടുപോകാം. യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും. ഇതും തിരുനിവാസവും കാണുവാൻ എനിക്കിടയാകും. അല്ല, എനിക്ക് നിന്നിൽ പ്രസാദമില്ല എന്നവൻ കൽപ്പിക്കുന്നെങ്കിൽ ഇതാ ഞാൻ ഒരുക്കം. അവൻ തനിക്ക് ഹിതമാകും വണ്ണം എന്നോട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. രാജാവ് പിന്നെയും പുരോഹിതനായ സാദോക്കിനോട്, ദർശക, നീ സമാധാനത്തോടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോക. നിങ്ങളുടെ 2 പുത്രന്മാർ, നിന്റെ മകൻ അഹീമാസും അബ്യാഥാരിന്റെ മകൻ യോനാഥാനും നിങ്ങളോടുകൂടി ഉണ്ടല്ലോ. എനിക്ക് നിങ്ങളുടെ അടുക്കൽ നിന്ന് സൂക്ഷ്മ വർത്താനം കിട്ടും വരെ ഞാൻ മരുഭൂമിയിലേക്കുള്ള കടവിങ്കൽ താമസിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സാദോക്കും അബ്യാഥാരും ദൈവത്തിന്റെ പെട്ടകം യെരുശലേമിലേക്ക് തിരികെ കൊണ്ടുപോയി അവിടെ താമസിച്ചു. ദാവീദ് തലമൂടിയും ചെരിപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലീവമലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞും കൊണ്ട് കയറി ചെന്നു. അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീത്തോഫലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ, യഹോവേ, അഹീത്തോഫലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് മലമുകളിൽ ദൈവത്തെ ആരാധിച്ചുവെന്ന സ്ഥലത്തെത്തിയപ്പോൾ അർഖ്യനായ ഹൂശായി അങ്കി കീറിയും തലയിൽ മണ്ണു വാരിയിട്ടും കൊണ്ട് അവനെതിരെ വരുന്നത് കണ്ടു. അവനോട് ദാവീദ് പറഞ്ഞത്,
നീ എന്നോടുകൂടെ പോന്നാൽ എനിക്ക് ഭാരമായിരിക്കും. എന്നാൽ നീ പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് അബ്ശാലോമിനോട്, രാജാവേ, ഞാൻ നിന്റെ ദാസനായിരുന്നു കൊള്ളാം. ഞാൻ ഇതുവരെ നിന്റെ അപ്പൻ്റെ ദാസനായിരുന്നതുപോലെ ഇപ്പോൾ നിന്റെ ദാസനായിരിക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് അഹീത്തോഫലിന്റെ ആലോചനയെ വ്യർത്ഥമാക്കുവാൻ കഴിയും. അവിടെ നിന്നോടുകൂടെ പുരോഹിതന്മാരായ സാദോക്കും അബ്യാഥാരുമുണ്ട്. അതുകൊണ്ട് രാജധാനിയിൽ നിന്ന് കേൾക്കുന്ന വർത്തമാനമൊക്കെയും നീ പുരോഹിതന്മാരായ സാദോക്കിനെയും അബ്യാഥാരിനെയും അറിയിക്കണം. അവിടെ അവരോടുകൂടെ അവരുടെ 2 പുത്രന്മാർ, സാദോക്കിന്റെ മകൻ അഹീമാസും അബ്യാഥാരിന്റെ മകൻ യോനാഥാനുമുണ്ട്. നിങ്ങൾ കേൾക്കുന്ന വർത്തമാനമൊക്കെയും അവർ മുഖാന്തരം എന്നെ അറിയിപ്പി. അങ്ങനെ ദാവീദിന്റെ സ്നേഹിതനായ ഹൂശായി പട്ടണത്തിൽ ചെന്നു. അബ്ശാലോമും യെരൂശലേമിലെത്തി.